ലഹരിക്കെതിരായ കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോ കണ്ണൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയായപ്പോൾ ഉയർന്നു വന്നത് പുതിയ ആശയങ്ങളും മാർഗരേഖകളും. കളിയാണ് ലഹരി എന്ന സന്ദേശം സംസ്ഥാന വ്യാപകമായി ഏതൊക്കെ രീതികളിൽ പ്രാവർത്തികമാക്കാമെന്ന് പര്യടനത്തിൽ പങ്കെടുത്തവരെല്ലാം വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ മയക്കുമരുന്നിനും ലഹരി മാഫിയയ്ക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രിക്ക് കണ്ണൂർ ജില്ലയിലാകെ വ്യാപകമായ പിന്തുണയാണ് ലഭിച്ചത്. വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും അധ്യാപകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തെരുവിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും സാധാരണക്കാരും വ്യാപാരി സമൂഹവും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ കളിയാണ് ലഹരി എന്ന് തുറന്നു സമ്മതിക്കുകയും മയക്കുമരുന്നിനെതിരായ കേരള വിഷന്റെ റോഡ് ഷോയിൽ ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കണ്ണൂർ KEO സ്പോർട്സിൽ കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോയുടെ ഭാഗമായി നടത്തിയ സെവൻസ് ടൂർണമെന്റിൽ പങ്കെടുത്ത കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. ഗവൺമെന്റ് ഒരു വലിയ രീതിയിൽ ഓപ്പറേഷൻ തുഫാൻ ഭാഗമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് പോലീസിന്റെ മൂവ്മെന്റ് അല്ല, ഇത് പബ്ലിക് മൂവ്മെന്റ് ആണ്. എല്ലാവരുടെ സഹകരണം ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ നിസാർ കളിയാണ് ലഹരി എന്ന് പ്രഖ്യാപിച്ചു. ഇത്തരമൊരു ദൗത്യത്തിലേക്ക് ചുവടുവെക്കാൻ പ്രേരകമായത് കേരള വിഷന്റെ സാമൂഹ്യ ബോധമാണെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജേഷ് അച്ചാണ്ടി പറഞ്ഞു. നമുക്കറിയാം, ഈ നാട്ടിലെ നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭീഷണി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ കൂടി എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നൊരു വാർത്തയിൽ കണ്ടത് ഇന്ന് സിറ്റിയിൽ വെച്ചൊരു വലിയ ലഹരി വേട്ട നടത്തിയതിന് ശേഷമാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ തുഫാന്റെ ഭാഗമായി വലിയ രീതിയിൽ തന്നെ അത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്ന് ആവേശകരമായ സെവൻസ് ടൂർണമെന്റ് നടന്നു. മത്സരത്തിൽ കണ്ണൂർ BNI ആസ്പയർ ഒന്നാം സ്ഥാനം നേടി. കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി പുരസ്കാരം നൽകി. രണ്ടാം സ്ഥാനം നേടിയ കണ്ണൂർ കോർപ്പറേഷൻ ടീമിന് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ നിസാർ പുരസ്കാരം നൽകി. മൂന്നാം സ്ഥാനം നേടിയ COA കണ്ണൂർ ടീമിന് കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടിയാണ് സമ്മാനം നൽകിയത്. കണ്ണൂർ ബിസിനസ് ക്ലബ്ബ് സ്പെഷ്യൽ റെക്കഗ്നീഷൻ പുരസ്കാരത്തിന് അർഹമായി. ഇന്റർനാഷണൽ സ്പോർട്സ് മാനുഫാക്ചർ കമ്പനി ഉടമ ഡാനി തരകൻ കളിക്കാരെ പരിചയപ്പെട്ടു. തുടർന്ന് കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോയ്ക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ കണ്ണൂർ ഷോറൂമിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. നമ്മുടെ സെനദീൻ സിദാൻ ഏത് രാജ്യത്തെ കളിക്കാരനായിരുന്നു? സിദാൻ നമുക്കറിയാം, ഒരു വേൾഡ് കപ്പിൽ ചുവപ്പ് കാർഡ് വാങ്ങി ഔട്ടായത് നമ്മുടെയൊക്കെ നെഞ്ച് തകർത്ത കാഴ്ചയായിരുന്നു. വേറൊരാളുടെ നെഞ്ചത്ത് പോയി ഇടി കൊടുത്തിട്ടാണ് അത് ഏറ്റുവാങ്ങിയത്. ഏത് രാജ്യത്തെ കളിക്കാരൻ? അത്രയും ക്ലൂ തന്നപ്പോ കേറിയോ? കളി കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ. കറക്റ്റ് ആൻസർ. ജീവനക്കാർക്കായി നടത്തിയ ഫുട്ബോൾ ക്വിസിൽ വിജയിച്ചവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.